നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റുന്ന 3 വഴികളാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളെ മനസ്സിനെ 2 ഭാഗമാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കോൺഷ്യസ് മൈൻഡും ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്. അതിൽ കോൺഷ്യസ് എന്നുള്ളത് വെറും 10% മാത്രമാണെന്നുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് 90% ആണെന്ന് പറയാറുണ്ട്. അതായത് നമ്മളെ ജീവിതത്തിൽ ഏകദേശം 90% കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് ആണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് എങ്ങനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ വിഷ്വലൈസേഷൻ എന്നുള്ളതാണ്. നമ്മൾ എന്താണോ ലൈഫിൽ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അത് നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലാവുന്ന രീതിയിൽ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ലാംഗ്വേജ് ആയിട്ടുള്ള ഇമേജും ഇമോഷനും ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് കണ്ണടച്ചിരുന്ന് കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡയലി നമ്മൾ ഈ ഒരു ഗോള് നമ്മൾ ആഗ്രഹിക്കുന്ന ഈ ഒരു വിഷു നമ്മൾ ഡയലി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഫോക്കസ് എന്ത് ചെയ്യും കൂടുന്നുള്ളതാണ്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ ആഗ്രഹിക്കുന്ന ഗോളിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മറ്റൊന്ന് റിപ്പീറ്റഡ് ആയിട്ടുള്ള അഫർമേഷൻസ് ആണ്. അതായത് പോസിറ്റീവ്ലി നമ്മളെ ഗോൾസിലേക്ക് എൻകറേജ് ചെയ്യുന്ന രീതിയിൽ, മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് എന്ത് ചെയ്യാം, യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ കുറിച്ചിട്ടും ഐ ആം ക്യാപ്പബിൾ, അതായത് എനിക്കതിനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ എനിക്കതിന് സാധിക്കുമെന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെ സെൽഫിനോട് തന്നെ, മറ്റൊരാൾ നമ്മളോട് പറയാന്നതിലുപരി നമ്മൾ നമ്മളെ സെൽഫിനോട് തന്നെ എന്ത് ചെയ്യുന്നതാണ്, സംസാരിക്കുന്നതാണ് എന്ത് പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻ എന്നുള്ളത്. ദെൻ മൂന്നാമതായിട്ട് വരുന്നത് മെഡിറ്റേഷൻ എന്നുള്ളതാണ്. ഈ മെഡിറ്റേഷൻ എന്നുള്ളത് നമ്മളെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മളെ മൈൻഡിനെ കാമാക്കി നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് തോട്ട്സ്, ഏകദേശം 32,000 മുതൽ 72,000 ചിന്തകൾ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും നമ്മളെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ചിന്തകളെ പെറുക്കിയെടുക്കാനും അതിലൂടെ നമ്മളെ ഗോൾസിലേക്ക്, നമ്മളെ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമ്മളെ മനസ്സിനെ ട്യൂൺ ചെയ്യാനും എന്ത് ചെയ്യും, നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിലൂടെ എന്ത് ചെയ്യും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റുന്ന 3 ടെക്നിക്സ് ആണ്. സോ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം, പ്രാക്ടിക്കലി നമ്മുടെ ടീമിന്റെ കൂടെ 100 days ഫോളോ അപ്പോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ ഈ വീഡിയോന്റെ താഴെ നമ്മളെ പ്രോഗ്രാമിന്റെ ദ ഡയമണ്ട് മൈൻഡ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ആഡ് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.